വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ എത്തി. വയോധിക ദമ്പതികളായതിനാൽ ജപ്തി നടത്താതെ മടങ്ങി. കൊല്ലം മങ്ങാട് ജനനി നഗറിലാണ് സംഭവം. ബാങ്ക് അധികൃതർ മരുമകളെ ബന്ധപ്പെട്ടപ്പോൾ മാതാപിതാക്കളെ പുറത്താക്കി ജപ്തി നടത്താൻ നിർദ്ദേശിച്ചു. മാനുഷിക പരിഗണന നൽകി ബാങ്ക് അധികൃതർ മടങ്ങുകയായിരുന്നു. മങ്ങാട് ജനനി നഗർ AK ഹൌസിൽ ക്ലിഫോർഡാണ് 2022 കൊല്ലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും വിദേശത്ത് പോകാനായി 12 ലക്ഷം രൂപ വായ്പ എടുത്തത്. പലതവണയായി 8 തവണ വായ്പ അടച്ചു. എന്നാൽ പിന്നീട് ഇയാൾ വായ്പ അടയ്ക്കാൻ തയ്യാറായില്ല. നമ്മൾ 10ാമത്തെ പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ട് ഇവരുടെ വീട്ടിൽ വരുന്നത്. അപ്പം അവരുടെ മൂത്ത മോനാണ് എടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം വന്നു, ആള് ഗൾഫിലായിരുന്നു, വന്നിട്ട് പൈസ അടയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്രയും കാലം ഇത് കൊടുത്തിട്ടും അവരിതൊന്നും അടച്ചിട്ടില്ല. ഇനി എന്താ നടപടി? ഇനിയിപ്പോൾ ഇവർ ഇറക്കാനുള്ളൊരു നടപടി. പക്ഷെ അവരെ മക്കളാരും ജാമ്യം ഇന്നവരാരും ഇല്ല, നമുക്കിവർ ഇറക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരാരും സഹകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇറക്കി വിടുമെന്ന് തന്നെ അവർ പറഞ്ഞു. ഫോൺ ചെയ്ത് ചോദിച്ചപ്പം ഇറക്കി വിടാനാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞ് ഇറക്കി പുറത്ത് നിർത്തി നിങ്ങൾ പൂട്ടിക്കൊണ്ട് പൊക്കോളാനാ പറഞ്ഞത്. അവരങ്ങനെ പറയുന്നത്. മക്കള് പറഞ്ഞത്. ബാങ്ക് അധികൃതർ വീട്ടിലെത്തി പണമടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ ക്ലിഫോർഡ് വിദേശത്തായതിനാൽ അയാളുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഒരു തവണത്തെ പണം കുറച്ചടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ബാക്കി തുക തവണകളായി അടയ്ക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ കോടതിയുടെ നിർദ്ദേശവും ഇവർ ലംഘിച്ചു. തുടർന്നാണ് ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ളവർ ജപ്തി നടപടികളുമായി വീട്ടിലെത്തിയത്. ഇവർ എത്തിയ സമയത്ത് വയോധിക ദമ്പതികൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അല്ല, എന്തോ കാര്യത്തിന് സമയം ചോദിച്ചേ? ഇത് ലോൺ ഫിനിഷിങ് ചെയ്യാന് ആരെടുത്തേ? അത് മോന് മരുമോൾ മേടിച്ച്. മരുമോളോ? അവർക്ക് കൊച്ചിനെ സുഖമില്ല കേട്ടോ, ക്യാൻസറായി. അതൊക്കെ വേണം മേടിച്ചവർ ലോണ്. അവരെവിടെ ഇപ്പം? അറിയത്തില്ല എവിടെ ഉണ്ട്, അറിയത്തില്ല മോനെ. മോൻ ഗൾഫിലാണോ? ഇപ്പൊ മോനെ വിളിച്ചില്ല അമ്മ? എനിക്ക് വിളിക്കത്തില്ല, അവര് വിളിക്കത്തില്ല. എന്ത് പറ്റിയ? വസ്തു മാത്രം മതിയോ അവർക്ക്? വസ്തുവിന്റെ ഇത് വെച്ച് പൈസ എടുത്താൽ മാത്രം മതിയോ അവർക്ക്? ഇപ്പം മക്കളല്ല, അവർക്ക് വയ്യ, കൊച്ചിനെ സുഖമില്ല, പലത് കൊടുത്തു മോനെ. അവർ കട്ടുമോനെ സ്വല്പ സമയം വേണം അവർക്ക്. ഇപ്പം സാറ് പറയുന്ന വെച്ചാൽ 8 പ്രാവശ്യം കൊടുത്തെന്നാ പറഞ്ഞത്. സമയം തന്നത് 8 പ്രാവശ്യം തന്നു മോനെ. പരക്ക 10 വർഷമൊക്കെ ഇവിടെ പരുതല്ല ലോണ്. ഇപ്പം 5 വർഷമായി. അവർ ഇത്രയും ദിവസം ഞാൻ ചോദിച്ചൊക്കെ അവർ പര കട്ടുന്ന പൈസ 6 വർഷം കട്ടിയത് പറയുന്നു. പിന്നെ ഇപ്പം ഇത് കുരിശായി, ഇത്ര അറിയത്തില്ല നമുക്ക്. ജപ്തി നടപടികൾ ആരംഭിച്ചപ്പോഴാണ് വൃദ്ധരായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് എന്ന് മനസ്സിലാക്കിയത്. ഈ സമയം ഇവർ മരുമകളെ ബന്ധപ്പെട്ടു. എന്നാൽ മാതാപിതാക്കളെ പുറത്താക്കി ജപ്തി ചെയ്തോളാനായിരുന്നു ഇവരുടെ നിർദ്ദേശം. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങുകയായിരുന്നു. 2 പെൺമക്കൾ ഉൾപ്പെടെ 5 പേരാണ് ഇവർക്കുള്ളത്. ജപ്തി താൽക്കാലികമായി ഒഴിവായെങ്കിലും തുടർ നടപടികൾക്ക് ശ്രമിക്കുകയാണെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിവിടെ ജപ്തി നടപടിക്ക് വന്നതാണ്. ജപ്തി നടപടിക്ക് ഒരു 7 പ്രാവശ്യം നമ്മൾ വന്ന്. ഏത് ബാങ്കാണ്? കൊല്ലം സഹകരണ അർബൻ ബാങ്ക്. അപ്പോൾ 7 പ്രാവശ്യം ഇവിടെ വന്ന്. ഇവിടെ പ്രായമായ ഒരു അമ്മയും അച്ഛനും മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ മകനാണ് ലോൺ എടുത്തിരിക്കുന്നത്. മകൻ കുറച്ച് ദൂരെ നല്ല രീതിയിൽ താമസിക്കുന്നുണ്ട്, കുടുംബമായിട്ട് താമസിക്കുന്നുണ്ട്. ഈ അച്ഛനെയും അമ്മയും ഇവർ നോക്കുന്നുമില്ല. ഇവരെ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് ജപ്തി നടപടിയും പൊസഷനും എടുക്കാൻ പറ്റത്തുള്ളൂ. 10-12 ലക്ഷം രൂപയുടെ ലോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു നടപടിയിലോട്ട് പോയേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അല്ല, ഇപ്പൊ ഇവരെ ആരും വിളിച്ചിട്ട് എന്താ പറയുന്നത്? വിളിച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാനാ പറയുന്നത്. അമ്മ അച്ഛനെ ഇറക്കി വിടും. എന്ത് വേണമെങ്കിലും ചെയ്തോളാനും മോൻ്റെ ഭാര്യ പറയുന്നത്. മോൻ്റെ ഭാര്യ മരുമോള് പറയുന്നത്. മോൻ എവിടെ? മോൻ ഗൾഫിൽ പോയെന്ന്. അവർ നല്ല സൗകര്യത്തിൽ കഴിയുന്നവർ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.